ഹായ് അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? കൂട്ടുകാരെ, ഒരു എളുപ്പം ഒരു ടിപ്സ് പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് തേങ്ങ ചിരണ്ടി എടുത്ത് കുറേ തേങ്ങയുടെ പാലൊക്കെ നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറയാം. തേങ്ങ ചിരണ്ടി മിക്സിയിൽ ജാറിലിട്ട് അടിച്ചിട്ട് നമ്മൾ ഈ അരിപ്പ് കൊണ്ട് അരിച്ചിട്ട് കൈ കൊണ്ട് പിഴിയാൻ നിൽക്കാതെ നമ്മളൊരു ചെരുവ് എടുത്തിട്ട് അതിലേക്കൊരു വെള്ള തുണി എടുത്ത് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അത് പിന്നെ ഈ തുണിയിലേക്ക് ഒഴിക്കുക. അപ്പോഴത്തേക്കിന് നമുക്ക് തേങ്ങാപ്പാൽ പെട്ടെന്ന്, അതായത് വളരെ വേഗത്തിന് നമുക്ക് ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് പിഴിഞ്ഞുകൊണ്ട് നിൽക്കേണ്ട, ഇച്ചിരി വാരി പിഴിഞ്ഞ് ഇതാക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു ഇതിലേക്ക് വെള്ള തുണിയിലേക്ക് പിഴിഞ്ഞിട്ട് ഇതുപോലെ കൈ കൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നെങ്കിൽ അത് കൊഴുപ്പ് എന്ന് വെച്ചൊരു കുറവ് കിട്ടും, നല്ലത് പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അത് നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിഴിഞ്ഞെടുത്താണല്ലോ നല്ല വേഗം വളരെ പെട്ടെന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ പറ്റും. അതൊക്കെ എത്ര തേങ്ങ വേണമെങ്കിലും നമുക്കിങ്ങനെ ഇതേപോലെ പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. ഞാനാണെങ്കിൽ ഇവിടെ ഒരു 8 തേങ്ങയാണ് എടുത്തത്. 8 തേങ്ങ എനിക്ക് വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ് ഞാൻ. അത് ഇതേപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും കണ്ടോ. എൻ്റെ ഞാൻ ജോലിക്ക് പോകുന്നിടത്തൊക്കെ എനിക്ക് ഭയങ്കര തിരക്കൊക്കെ കൂടുകയാണെങ്കിലുള്ള എളുപ്പ പണി ഇതൊക്കെയാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കുറേ എളുപ്പമുള്ള ജോലികളൊക്കെ ഞാൻ ചെയ്ത് വെച്ചേക്കും. അപ്പോൾ എല്ലാം നമുക്ക് വേഗം ജോലി കഴിയാൻ പറ്റും. ചിലപ്പോൾ ആൾ കുറവുള്ള വീടായിരിക്കും കിട്ടുന്നത്, അപ്പോൾ നമ്മൾ മാത്രമേ ജോലി ചെയ്യാൻ കാണുള്ളൂ. അപ്പോൾ ഓടി നടന്ന് വേഗം ജോലി ചെയ്യാൻ പറ്റും. അത് ഈ ഒറ്റപ്പേരയൊക്കെ കിട്ടുമ്പം കേട്ടോ. കുട്ടീനെയും തള്ളേനെ വീട് മൊത്തം നോക്കണമെങ്കിൽ നമുക്ക് ഒറ്റപ്പേര എന്നാണ് പറയുന്നത്. അതുപോലെ ഒറ്റപ്പേരയൊക്കെ കിട്ടുമ്പോഴത്തേക്കിന് വേഗം ജോലികളൊക്കെ ചെയ്ത് വേഗം ഞാൻ എൻ്റെ 10-11 മണിയാകുമ്പോൾ എൻ്റെ എല്ലാ ജോലികൾ കഴിച്ചിട്ട് വെറുതെ അവിടെ ഇരിക്കും കേട്ടോ. ഭയങ്കര എളുപ്പമാണ് എനിക്ക്. പിന്നെ എല്ലാവരും സഹായിക്കാനുണ്ടെങ്കിൽ അതൊരു ആശ്രയം തന്നെയാണ് കേട്ടോ. അത്ര ആൾ നമുക്ക്